ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1224 ദിവസമായി ഇന്ന് 2024 സെപ്റ്റംബർ മാസം 20 വെള്ളിയാഴ്ച, 1200 ആണ്ട് കന്നിമാസം 4 ഗുരുവചനങ്ങളിലൂടെ. മടിയന്മാരായിരുന്ന് ജീവിക്കുന്ന സമ്പ്രദായം നീതിക്ക് നിരക്കാത്തതാണ്. അഭിവൃദ്ധിക്ക് മാർഗങ്ങൾ നേരെ കിടക്കുന്നുണ്ടെങ്കിലും അവയിലേക്ക് കാലുവയ്ക്കാൻ നമ്മുടെ ജനങ്ങൾ ധൈര്യപ്പെടുന്നില്ല. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആഹാരവും പോലെ കെട്ടിടവും വേണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കരുവ കൃഷ്ണനാശാൻ എന്ന ഗുരുഭക്തൻ ഗുരുദേവനെ ദർശിക്കുന്നതിനായി 1904 അരുവിപ്പുറത്തെത്തി. അന്ന് അവിടെ വെച്ച് നടന്ന സംഭാഷണത്തിൽ നിന്ന് ഗുരുദേവൻ, ഈ ആരാധനകളെല്ലാം ഒരിക്കൽ വേണ്ടാതെ വന്നേക്കാം. കൃഷ്ണനാശാൻ: അങ്ങനെ വരാൻ ഇടയില്ല ഗുരു. വിദ്വാൻമാർക്ക് ഇത് ഹിതമല്ലാതെ വരും. അവിദ്യാവാന്മാരും ഗതാനുഗതികന്യേന വേണ്ടെന്ന് വയ്ക്കും അല്ലേ? കൃഷ്ണനാശാൻ: അങ്ങനെ വരാൻ ഇടയില്ല ഗുരു. അങ്ങനെ വരുമ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം അവർക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. ആഹാരം പോലെ കെട്ടിടങ്ങളും ആവശ്യപ്പെട്ടത് തന്നെ. ആഹാരം ഒരു ദിവസം 2-3 പ്രാവശ്യം മതിയാകും. ശീതോഷ്ണാദി ബാധകളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ വേണ്ടാത്ത സമയമില്ലല്ലോ. ആഹാരം സൗജന്യമായി പലരിൽ നിന്നും ലഭിക്കാവുന്നതുമാണ്. കെട്ടിടങ്ങൾ അങ്ങനെ ലഭിക്കുകയില്ലല്ലോ. ഒരു ഭിക്ഷു ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ വാങ്ങിയാൽ പിന്നെ ആ മുറ്റത്ത് നിൽക്കുന്നത് തന്നെ ഹിതമാവുകയില്ലല്ലോ. അതുകൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടുന്നതും ഒരു ധാർമ്മിക പ്രവൃത്തി തന്നെയാണ്. എന്നാലും നാം ജനങ്ങളുടെ പണം പാഴിൽ കളഞ്ഞിട്ടില്ല അല്ലേ? കൃഷ്ണനാശാൻ: അങ്ങനെ തന്നെ. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.